ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന ഈശോയെ ആരാധന ആരാധന ആത്മാവിലാരാധന. എൻ്റെ ദൈവമേ, ആരാധിക്കുന്ന ഈശോയെ, സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്നു. ഈശോയുടെ തിരുസന്നിധിയിൽ ഈ കരുണയുടെ മണിക്കൂറിൽ ഞങ്ങൾ അണയുന്ന നേരം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി നല്ലൊരു ജീവിതം, കൃപയിൽ നിറഞ്ഞ, ഐശ്വര്യങ്ങൾ നിറഞ്ഞ, സമൃദ്ധിയിൽ നിറഞ്ഞൊരു ജീവിതം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വേദനകളിൽ നിന്ന് സൗഖ്യവും, കർത്താവെ, തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുമുള്ള എല്ലാ കൃപയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് കർത്താവിൻ്റെ തിരുസന്നിധി ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ആരാധനയുടെ ഈ നിമിഷം, കരുണയുടെ ഈ മണിക്കൂറിൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ, ജീവിത മാർഗങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും, ജീവിതത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും അങ്ങേക്ക് കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന എല്ലാ ജീവിത മേഖലകളെ, ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബ ബന്ധങ്ങളെ, ഞങ്ങളുടെ പഠനത്തെ, ഞങ്ങളുടെ ജോലി മേഖലകളെ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെല്ലാം ഈശോയെ അങ്ങേക്ക് വിട്ടുതരുന്നു. ഞങ്ങളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം, കരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തകർച്ചയിൽ നിന്നും നിരാശയിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷം ഞങ്ങളെടുത്തിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളും, ഞങ്ങളെടുത്തിരിക്കുന്ന എല്ലാ ജീവിത നിയോഗങ്ങളും അങ്ങേക്ക് വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും വിട്ടുതരുന്നു. കർത്താവെ, ഞങ്ങളുടെ വഴികളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. കർത്താവെ, ഒരു ഇടയനെ പോലെ, നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി വരുന്നൊരിടയനെ പോലെ, തൻ്റെ ആലയിലുള്ള ആടുകൾക്ക് വേണ്ടി ജീവൻ പണയം വയ്ക്കുന്നൊരു ഇടയനെ പോലെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന് കോട്ടയായിരിക്കണമേ, കാവലായിരിക്കണമേ. അവിടുത്തെ എല്ലാ സംരക്ഷണവും, അവിടുത്തെ എല്ലാ കൃപയും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓരോ പുതുവർഷവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ഫിലിപ്പി 3:13 നമ്മൾ വായിക്കുന്നുണ്ട്, ആകയാൽ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പൗലോസ്ലീഹ നമ്മോട് പറയുന്ന കാര്യം ഇതാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങളിലെ മുറിവുകളെ, വേദനകളെ, സങ്കടങ്ങളെ നമ്മൾ താലോലിക്കാറുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ പിടിവിടാതെ ചേർത്ത് പിടിക്കാറുണ്ട്. പലപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്നത് ഭൂതകാലത്തിലാണ്, കഴിഞ്ഞ കാലത്തിലാണ്. നമ്മുടെ മനസ്സ് നിറയെ പറ്റിപ്പോയ അബദ്ധങ്ങൾ, വന്നുപോയ വീഴ്ചകൾ, പരാജയങ്ങൾ, ചെയ്തുപോയ മണ്ടത്തരങ്ങൾ, എടുത്ത തെറ്റിപ്പോയ തീരുമാനങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ നീറി നടക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഈ നിമിഷത്തെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നു. മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി മനസ്സ് ക്രമപ്പെടുത്തി ജീവിക്കാൻ സാധിക്കാതെ പോകും. നമ്മളെപ്പോഴും തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടക്കുക. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ആകയാൽ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറുവേൻ. നമ്മൾ കടന്നുപോയ വഴികളെ മറക്കണമെന്നല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പിന്നെയോ, ഭൂതകാലത്തിലും കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ വേദനകളിലും
നമ്മൾ കടന്നുപോയ ഓരോ ജീവിത അനുഭവങ്ങളിലും മാത്രം കാലൂന്നി നിൽക്കാതെ, ആ വേദനകളെയും സങ്കടങ്ങളെയും മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ടേക്ക് നോക്കാൻ നമുക്ക് പറ്റണം. ജീവിതത്തെ പ്രത്യാശയോടുകൂടി കാണാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് റോമാക്കാർക്കുള്ള ലേഖനം 12:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ഈശോയുടെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ കൃപ അതാണ് പ്രത്യാശ. ഒന്നും എൻ്റെ കൈകളിലല്ല, ദൈവത്തിൻ്റെ കരങ്ങളിൽ ആണ്. അവിടുത്തെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണെന്ന പ്രത്യാശ. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് എൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണെന്നുള്ള പ്രത്യാശ. എൻ്റെ ജീവിതത്തിൽ ഒന്നും അവസാനമല്ല, എല്ലാം അവസരങ്ങളാണെന്നുള്ള പ്രത്യാശ. ദൈവത്തിരുസന്നിധിയിൽ ഞാൻ കടന്നു പോകുന്ന ഓരോ ജീവിത വേളയിലും, ഓരോ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷവും ഒരു ഉയർപ്പ് തിരുനാളുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ പ്രത്യാശ. കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ വിട്ടുകൊടുത്താൽ തക്ക സമയത്ത് അവിടുന്ന് എന്നെ ഉയർത്തുമെന്നുള്ള പ്രത്യാശ. എൻ്റെ ആവശ്യ നേരങ്ങളിൽ എന്നെ കൈവിടാതെ അവിടുന്ന് കാത്തുപാലിക്കും, കാരണം അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന പ്രത്യാശ. ആ പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ പൗലോസ്ലീഹ നമ്മളോട് ആവശ്യപ്പെടുവാണ്. പ്രിയമുള്ളവരെ, നിരാശരാകാതെ പ്രത്യാശയിൽ സന്തോഷിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സാധിക്കുന്ന നമ്മുടെ ശക്തിയിലേക്ക്, നമ്മുടെ കഴിവിലേക്ക്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നിരാശരാകുന്നു. കാരണം നമുക്കറിയാം, നമ്മളെക്കൊണ്ട് നമ്മൾ ഒരു പരിധിക്കപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഒന്നും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കത്തില്ല. ഒന്നിൻ്റെയും നിയന്ത്രണം നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ പരിധിയിൽ, നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. നമ്മളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നു. കാരണം എനിക്ക് ചെയ്യാൻ ഒത്തിരിയേറെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഞാൻ ദൈവകരങ്ങളിൽ ആശ്രയിക്കുമ്പോൾ അവിടത്തേക്കൊന്നും അസാധ്യമല്ലെന്നും അവിടുന്ന് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്നും ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് പ്രത്യാശയുണ്ട്. കാരണം ഞാൻ നോക്കുന്നത് എന്നിലേക്കല്ല, ദൈവത്തിലേക്കാണ്. അവിടുത്തെ നന്മയിലേക്കാണ്, അവിടുത്തെ കരുണയിലേക്കാണ്, അവിടുത്തെ സ്നേഹത്തിലേക്കാണ്. അതാണ് എൻ്റെ പ്രത്യാശ. കർത്താവിൻ്റെ കരുണയാണ് എനിക്ക് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ. കാരണം എൻ്റെ യോഗ്യത നോക്കാതെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം. രണ്ടാമത് പൗലോസ്ലീഹ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ പറയുന്ന കാര്യം ഇതാണ്: ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. ക്ലേശങ്ങളുടെ സമയത്ത് സഹനശക്തിയുള്ളവരായിരിക്കുവിൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഏറ്റവും പെട്ടെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം എല്ലാ വേദനയും എല്ലാ സങ്കടവും എത്രയും പെട്ടെന്ന് കടന്നു പോകണമെന്നാണ്. അതാരുടെയും തെറ്റല്ല. പക്ഷെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം, ഒരു തരത്തിലും നമ്മളെ വേദനകളോ സങ്കടങ്ങളോ ഞെരുക്കങ്ങളോ കഷ്ടപ്പാടുകളോ ഇഷ്ടപ്പെടുന്നില്ല. പ്രശ്നം അവിടെയല്ല. എൻ്റെ വേദന കടന്നു പോകാൻ താമസിക്കുമ്പോൾ, എൻ്റെ രോഗത്തിൽ ഞാൻ സൗഖ്യപ്പെടാൻ താമസമെടുക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാത്തപ്പോൾ, വളർച്ചയുണ്ടാക്കാത്തപ്പോൾ, സൗഖ്യം നടക്കാത്തപ്പോൾ നമ്മൾ അക്ഷമരാവുകയാണ്, നമ്മൾ അസ്വസ്ഥരാവുകയാണ്. എന്തുകൊണ്ട് ദൈവമേ എനിക്കിങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഞാനിങ്ങനെ വേദനിക്കാനിടയാകുന്നു? എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പെടാനിടയാകുന്നു? എന്തുകൊണ്ട് എനിക്കിങ്ങനെ ദുഃഖങ്ങളുണ്ടാകുന്നു? ഞാൻ ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങുന്നു. കാരണം ഞാൻ വിചാരിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. സുഖത്തിൻ്റെ നാളുകൾ നമ്മൾ ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്യാറില്ല. സന്തോഷമുണ്ടാകുമ്പോൾ, അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യില്ല, എന്തുകൊണ്ട് എനിക്ക് സന്തോഷം തന്നു, എന്തുകൊണ്ട് എനിക്ക് ഉയർച്ച തന്നു. പക്ഷേ വേദനകളിൽ സഹനശീലരായിരിക്കുവാൻ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ്. എപ്പോഴാണ് നമുക്കങ്ങനെ സഹനശീലരായിരിക്കാൻ പറ്റുന്നത്? ക്ഷമയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കുമ്പോൾ. എൻ്റെ ക്ലേശങ്ങളുടെ മീതെ നടക്കാൻ കഴിവുള്ളവനാണ് കർത്താവ് എന്ന ബോധ്യവും വിശ്വാസവും എനിക്കുള്ളപ്പോൾ. അപ്പസ്തോലന്മാർ മുങ്ങിത്താഴാൻ പോകുന്ന വഞ്ചിയിൽ കാറ്റും കോളും കണ്ട് ഭയപ്പെട്ട് നിലവിളിച്ചു. എന്തുകൊണ്ടാണ്? കാരണം അവർ നോക്കിയത് ദൈവത്തിലേക്കോ ദൈവത്തിൻ്റെ കൃപയിലേക്കോ ശക്തിയിലേക്കോ അല്ല. അവർ നോക്കിയത് തങ്ങളുടെ തന്നെ കഷ്ടപ്പാടുകളിലേക്കാണ്. ദൈവത്തെക്കാളും ഉപരി അവർ ഭയപ്പെട്ടതും അവർ കണ്ടതും തങ്ങളുടെ പ്രോബ്ലംസ് മാത്രമാണ്. എന്നാൽ ഏത് കടലിനെയും ഏത് കോളിൻ്റെയും തിരമാലയുടെയും മീതെ നടക്കുവാൻ, അതിനെ ശാന്തമാക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോൾ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ നോക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളിലേക്കല്ല,
നമ്മുടെ പ്രശ്നങ്ങളുടെ മീതെ നടക്കാൻ അധികാരമുള്ള കർത്താവിലേക്കാണ്. ക്ലേശങ്ങളെ മാത്രം നോക്കിയാൽ നമ്മൾ ഭയപ്പെടും, നമ്മൾ നിരാശപ്പെടും, നമ്മൾ സങ്കടപ്പെടും. കാരണം അത് ഒത്തിരിയുണ്ട്. എന്നാൽ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ക്ലേശങ്ങളിലൂടെ എല്ലാം കർത്താവിനെ നടത്തി. ഞാൻ അറിയാതെ, ഞാൻ ചോദിക്കാതെ, ഞാൻ വിചാരിക്കുന്നതിലും അധികം കൃപ തന്ന് എൻ്റെ ദൈവം എന്നെ നടത്തി. ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ്: നിൻ്റെ ക്ലേശത്തിൻ്റെ സമയത്ത് നീ സഹനശീലതയോടെ ആയിരിക്കുക, പിടിച്ചു നിൽക്കാനുള്ള കൃപയോടെ നീ ആയിരിക്കുക. മുറുമുറുപ്പും സങ്കടവും നിരാശയും അരിശവും എല്ലാം മാറ്റിവെച്ച് ഇതും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു, അവിടത്തേക്ക് ഇതിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് എൻ്റെ പ്രശ്നങ്ങളെ നോക്കി പറയാൻ എനിക്ക് സാധിക്കണം. ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടതുപോലെ നീ എനിക്ക് നേരെ വരുന്നത് വാളും പരിചയം കൊണ്ടാണെങ്കിൽ ഞാൻ നിനക്കെതിരെ വരുന്നത് എൻ്റെ ബലത്താലല്ല, എൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ ബലത്താലല്ല, ഞാൻ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ആശ്രയിച്ചാണ് നിനക്കെതിരെ വരുന്നത് എന്ന് ദാവീദിനെ പോലെ നമ്മുടെ പ്രശ്നങ്ങളെ നേരെ നോക്കി പറയാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് പൗലോസ് ലേഖ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രിയ സഹോദരരെ, ദൈവസന്നിധിയിൽ ദൈവത്തോട് എന്നെ ചേർത്ത് നിർത്തുന്നതാണ് പ്രാർത്ഥന. ഞാനും ദൈവവും തമ്മിലുള്ള ആഴമേറിയ ബന്ധമാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും ഞാൻ ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ കൂടെ ഞാൻ ചരിക്കുന്ന ഓരോ നിമിഷവും. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എപ്പോഴും പ്രാർത്ഥിക്കുവിൻ എന്ന് പൗലോസ് ലേഖ പലയിടങ്ങളിലായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാര്യം എന്താണ്? ഞാനും ദൈവവുമായിട്ടുള്ള ആ ബന്ധം മുറിഞ്ഞു പോകാതക്ക രീതിയിൽ നീ ചരിക്കുക, നീ ആയിരിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളോ ഞാൻ ദൈവത്തോട് വർത്താനം പറയുന്ന കാര്യങ്ങളോ മാത്രമല്ല. ദൈവം പറയുന്നത് ഞാൻ ശ്രവിക്കുന്നതും പ്രാർത്ഥനയാണ്. നമുക്കറിയാം, രണ്ട് വ്യക്തികൾ തമ്മിലൊരു സംഭാഷണമുണ്ടെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേയാൾ ശ്രവിക്കുന്നു, അതിനുശേഷം മറ്റേയാൾ സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞയാൾ നിശബ്ദതയോടെ ശ്രവിക്കുന്നു. അതുപോലെ ഞാൻ ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തോട് വർത്താനം പറയണം, പ്രശ്നങ്ങളെക്കുറിച്ച് പറയണം, വേദനകൾ പങ്കുവയ്ക്കണം, ദൈവസന്നിധിയിൽ എല്ലാ വിഷമങ്ങളും അണപൊട്ടി ഒഴുക്കണം. അതിനുശേഷം ശാന്തതയിൽ ഞാൻ ദൈവത്തെ കേൾക്കണം. ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ എൻ്റെ ഹൃദയം ഒരുക്കി ഞാൻ കാത്തിരിക്കണം. ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ഈശോയോട് കൂടെ നടക്കണം. എൻ്റെ വേദനകളിലും സങ്കടങ്ങളിലും മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ഓരോ ഇടങ്ങളിലും, എൻ്റെ ജോലിയിലും എൻ്റെ പഠനത്തിലും, ഞാൻ കടന്നു പോകുന്ന ഓരോ ജീവിത നിമിഷങ്ങളിലും ഈശോയുടെ കൂടെ നടക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലേക്കും ഇറങ്ങി വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി ഈ സമയത്ത് ഈശോയെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, നീ എൻ്റെ ഒപ്പം ഇരുന്ന് എന്നോട് കൂടെ നീ ജോലി ചെയ്യണം, എന്നോട് കൂടെ നീ കളിക്കണം, എന്നോട് കൂടെ നീ കുക്ക് ചെയ്യണം, എന്നോട് കൂടെ നീ പണിയെടുക്കണം എന്ന് പറയുന്നിടത്ത് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും പ്രാർത്ഥനയായിട്ട് മാറുവാണ്. ഈശോയെ കൂടെ കൂട്ടി ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അതൊരു പക്ഷേ മുറ്റമടിക്കുന്നതാകാം, തുണി കഴുകുന്നതാകാം, ഞാൻ കളിക്കുന്നതാകാം, TV കാണുന്നത് പോലും ആകാം, അതുവരെ പ്രാർത്ഥനയാക്കാൻ എനിക്ക് സാധിക്കുന്നത് ഈശോയുടെ കൂട്ടുപിടിച്ച് ഞാൻ ഓരോന്നും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഈ ഒരു 3 കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടാം. ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രത്യാശയുള്ളവരായിരിക്കണം, സഹനശീലതയുള്ളവരായിരിക്കണം, സഹനശക്തിയുള്ളവരായിരിക്കണം. അതിനേക്കാളെല്ലാം ഉപരി പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നു
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,